ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അരിപ്പൊടിയിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ കുഴച്ചിട്ട് അടച്ച് വെച്ചത് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ കടലക്കറിക്ക് വേണ്ടി കടലെല്ലാം കഴുകിയെടുത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കടലക്കറി ഇന്ന് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. തേങ്ങ വറുത്തരച്ചിട്ട് അപ്പോൾ തേങ്ങയും കറിവേപ്പിലയും കുരുമുളകും ജീരകമെല്ലാം കൂടി നല്ലവണ്ണം മൂക്കും പുലയിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത് അപ്പോൾ അതും കൂടി ഒന്ന് നല്ലപോലെ പൊടികളെല്ലാം ഒന്ന് ചൂടാകുമ്പോൾ സിമ്മിലിട്ടിട്ട് ചൂടാകുമ്പോഴേ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ഞാൻ പിന്നെ വെറുതെ ഒരു മണത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അതവിടെ തണിയാൻ വെച്ചിട്ടുണ്ട് പൊടിയെ. പിന്നെ ഇതാ രാവിലെ ഇന്ന് ചോറ് കൊണ്ടുപോകണം, വിനോദാട്ടന് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കണം. അതിന് വിറകെല്ലാം കത്തിച്ചിട്ട് അരിയിട്ടതാണ് കേട്ടോ. അതിലേക്ക് ഒരു ഉപ്പേരിക്കായിട്ട് ഇതാ പയറും മുറിക്കുന്ന പച്ചപ്പയർ ചെറുതായി മുറിച്ചിട്ട് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇന്ന് രാവിലെ 5:30 എണീറ്റിട്ടില്ല അങ്കാന്നട്ട ചായയും പലഹാരം ചോറും കറിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കടല വേവിക്കാൻ വെക്കുമ്പോൾ എനിക്ക് ഉള്ളി തക്കാളി പച്ചമുളകെല്ലാം ഇട്ട് വേവിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എന്ത് പണിയെടുത്തു വെച്ചാൽ കടലേനെ വേറെ പാത്രത്തിലേക്ക് ഇട്ട് അതേ കുക്കറിൽ തന്നെ ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു. അപ്പോൾ എണ്ണ പോവില്ലല്ലോ, അപ്പോൾ എണ്ണ അധികം കളയാണ്ട് നമുക്ക് അങ്ങനെ വേവിച്ചിട്ട് ഒഴിക്കാം കേട്ടോ. ഇതെൻ്റെ അച്ഛൻ്റെ ചായയാണ്, ഇത് നമ്മളെ ചായയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ചായക്ക് സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ അത് കുറച്ച് കടുപ്പം കൂടുതൽ വേണം, പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടുതൽ വേണം. അപ്പോൾ വേറെ വേറെ ചായ തന്നെ ഉണ്ടാക്കണം, നമുക്ക് ലൈറ്റായിട്ട് മതി. അപ്പോൾ പൊടി ഇങ്ങനെ അരക്കാൻ വേണ്ടി വെച്ചതില്ലേ, തണിയാൻ വേണ്ടി വെച്ച് അതെല്ലാം അരച്ചെടുത്തിട്ട് നമ്മളെ കടലയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുക്കറിൽ നമ്മളിട്ട് തക്കാളി ഉള്ളി വേവിച്ചെടുത്തത് കണ്ട അത്ര പെട്ടെന്ന് ഒരൊറ്റ വിസിൽ തന്നെ അതൊക്കെ വെന്ത് വെറുതെ എന്തിനാ എണ്ണ കളയുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എണ്ണ ശരീരത്തിനധികം നല്ലതുമല്ല, ഇപ്പോൾ വില നല്ല കൂടുതലുമാണ്. അപ്പോൾ ഇങ്ങനത്തെ കൃത്രിമ പരിപാടികളെല്ലാം ഞാനെടുത്ത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം കുറച്ച് കറിവേപ്പിലെല്ലാം ഇട്ട് അത് വേവിക്കാൻ വെച്ചേ. പിന്നെ ഇതാ നമ്മളെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വറവ് നമ്മൾ ഉപ്പേരി എന്നാണ് പറയൽ, പയർ ഉപ്പേരി. ഇടയിൽ ഇങ്ങനെ എൻ്റെ ഇങ്ങോട്ടില്ല ഈ പേരാവൂർ നാട്ടിലെല്ലാം പയർ വറവ് എന്നാണ് പറയാട്ടോ. അപ്പോൾ ഇല്ലേ കടുവും കറിവേപ്പിലെല്ലാം വറുത്തിട്ട് അതിലേക്ക് ഇതിനിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കാം. അപ്പോൾ അതടന്ന് വേവട്ടെ. നമ്മൾ കടലക്കറിയാണെന്ന് സെറ്റാവുന്നുണ്ട്. ലാസ്റ്റ് അതിലേക്കില്ലേ കുറച്ച് വെല്ലത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്താൽ അതിനൊരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ പയറില്ലേ നമ്മളൊന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടും കൂടി ചേർത്ത് കൊടുത്താൽ വെളുത്തുള്ളി തേങ്ങയിലെല്ലാം ഒരു മണം ഭയങ്കര രസമാണ് കേട്ടോ പയറുപ്പേരിക്ക്. അപ്പോൾ അന്നും കൂടി അടച്ച് വെച്ചിട്ടുണ്ട്. ആ വെളുത്തുള്ളി തേങ്ങ ഒന്നും കൂടി ഒരു ഇതാവട്ടെ, എല്ലാം കൂടി ജോയിൻ്റ് ആവണ്ടേ. അപ്പോൾ നമ്മുടെ അമ്മമാരില്ലാത്ത ആ ഒരു അടുക്കള ഭയങ്കര ശൂന്യാന്നല്ലേ. എൻ്റെ ഇവിടുത്തെ അമ്മയും പോയി, എൻ്റെ അമ്മയും പോയി, എല്ലാവരും പോയി കേട്ടോ ഒരു 2 കൊല്ലത്തിനുള്ളിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ എൻ്റെ ടേസ്റ്റി ടേബിളിൽ നിന്നുള്ള ആ ഒരു ചാനലിൻ്റെ പേര് ഞാൻ മാറ്റിയിട്ട് അത്രയായിട്ട് 2 ദിവസമായിട്ട്. അപ്പം ഞാൻ എൻ്റെ അമ്മയിൽ നിന്നൊന്ന് ആക്കിയിട്ടുണ്ട്. എന്തോ എനിക്കങ്ങനെ ഇടണമെന്ന് തോന്നി. നമ്മളെല്ലാം അമ്മയിൽ നിന്നല്ല പഠിച്ചെടുക്കുന്നത് ഏത് കാര്യമായാലും. അപ്പോൾ എനിക്ക് തോന്നി ടേസ്റ്റി ടേബിൾ എനിക്ക് ചേരുന്ന ആ ഒരു പേരല്ല എൻ്റെ ആ ഒരു പാചകത്തിന്. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് അത് ചേരുന്നില്ല തോന്നിയിട്ട് എൻ്റെ അമ്മയിൽ നിന്നുള്ള പേരാണ് ഞാനിപ്പോൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ആ ഇടിയപ്പെല്ലാം ഞാൻ അടുപ്പ് തന്നെ വെച്ചു. അരി വാർത്ത അടുപ്പില്ലേ അത് തന്നെ വെച്ച് അടച്ച് വെച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അരിയെല്ലാം വാർത്തിന് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ആ ഇടിയപ്പെല്ലാം കാസറോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാ നല്ല സൂപ്പർ കടലക്കറിയും ഇടിയപ്പെല്ലാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നാളെ നല്ല വിശേഷമായിട്ട് കാണുന്നത് വരെ ബൈ.